അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഒരു ഹോം ക്ലീനിങ് ആണ്. കുറച്ച് പണികളുണ്ട്. അവിടെ 5 പണികൾ ചെയ്യാനുണ്ട്. ഞാൻ ടു ഡു ലിസ്റ്റ് ഫോൺ നോട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഫോണിൽ നോക്കി അറിയാൻ പറ്റുമല്ലോ. 5 പണികളുള്ളത്, മെയിനായിട്ട് അതാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ആ ക്ലീനിങ് വ്ലോഗാണ്. സൗണ്ടൊക്കെ പോയിക്കൊണ്ട് എന്താ എനിക്കറിയില്ല. കണ്ടോളം ഇങ്ങനെ ഇടയ്ക്ക് കൊടുക്കുന്നുള്ളത്, ഫുൾ ടൈം കൊടുക്കുന്നുണ്ട്. എല്ലാ ദിവസം ഇങ്ങനെ കൊടുക്കും. ആരൊക്കെ വെയിലൊക്കെ വരുന്നുണ്ട്, മഴക്കാറൊക്കെ കണ്ടിട്ടും. അപ്പോൾ അതാണ് ഇന്നത്തെ ബ്ലോഗ്. നമുക്ക് നേരെ കുറേ ഇൻട്രോ ആയില്ലേ, അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഒരു കാര്യം എന്താ വെച്ചാൽ ഞാൻ 9:00 സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ സമയം 9:34. അപ്പം നമുക്ക് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോഴത്തേക്ക് ഫുൾ ക്ലിയറും പോയി. ഫസ്റ്റ് എൻ്റെ ലിസ്റ്റിലുള്ളത് കബോർഡ് ക്ലീൻ ചെയ്യാനാണ്. കബോർഡ് ക്ലീൻ ചെയ്യാൻ എൻ്റെ 2 കബോർഡുണ്ട്, അത് മാത്രം ക്ലീൻ ചെയ്താൽ മതി. ഇവിടെയൊക്കെ ഫുള്ള് ക്ലീൻ ചെയ്യാനാണെങ്കിൽ കുറേ ടൈം എടുക്കും. അത് നമുക്ക് എൻ്റെ ഒരു 3 കബോർഡുണ്ട്, പക്ഷെ നമുക്ക് 2 ക്ലീൻ ചെയ്യാം. ഒന്ന് ഓൾറെഡി കുറച്ച് ക്ലീനപ്പ് ആയിട്ടാണ് നിൽക്കണത്, 2. അപ്പോൾ 1 മാത്രമേ ചെയ്യാനുള്ളൂ. ഇപ്പോൾ നമുക്കത് ചെയ്യാം. ഇതാണ് ഞാൻ പറഞ്ഞ കബോർഡ്. ഡ്രസ്സ് വരെ ഇതിൻ്റെ ഉള്ളിലാണ്. ഡ്രസ്സ് വെക്കണ ഒരു ഷെൽഫ് ഇതാ അവിടെ ഉണ്ട്. നമ്മൾക്ക് അവിടെ വെട്ടിത്തരിക, കുഴപ്പങ്ങളൊന്നുമില്ല. അങ്ങനെ ഫസ്റ്റ് വിചാരിച്ചിൻ്റെ ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ വെച്ച ഒരു കബോർഡ് ഉണ്ടായിരുന്നു, അത് ക്ലീൻ ചെയ്യാന്ന്. പിന്നെ എൻ്റെ സ്കിൻ കെയറും മേക്കപ്പും വെച്ചൊരു കബോർഡ് ഉണ്ടായിരുന്നു, പിന്നെ അത് ക്ലീൻ ചെയ്യാൻ വിചാരിച്ചു. ഈ സാധനങ്ങളൊക്കെ ഞാൻ എന്താണ് ഈ സ്പീഡാക്കിയത് എന്തിനാണെന്ന് വെച്ചാൽ കുറേ എന്തൊക്കെയോ പറയണ്ടി വീഡിയോ ഓണാക്കിയതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ കുറേ സംസാരിക്കും. അതുകൊണ്ടാണ് ഇൻട്രോ അത്രയും വലുതായത്. പിന്നെ ആ നേരത്തെ കാണിച്ച ബാഗും കാര്യങ്ങളൊക്കെ കുറേ ദിവസം മുമ്പ് വാങ്ങിയത്, ദിവസങ്ങളല്ല കൊല്ലങ്ങൾക്ക് മുമ്പ് വാങ്ങിയതാണ്. പിന്നെ ഈ കാണിക്കണതൊക്കെ ഇത്ര സ്പീഡ് ആവാനുള്ള കാരണം അതാണ് കേട്ടോ, എന്തൊക്കെയോ പറയുന്നുണ്ട്. അങ്ങനെ ഞാൻ കുറച്ച് ടൈമൊക്കെ എടുത്തിട്ട് ഈ 2 കബോർഡ് മേക്കപ്പ് കുറച്ചുകൂടി മെസ്സായി മാറ്റിയിട്ടുണ്ടാവും. കാരണം ഇതിലാണ് കുറച്ച് സാധനം ഉള്ളത്. അടുത്ത് ഞാൻ ടു ഡു ലിസ്റ്റ് നോക്കിയപ്പോൾ ഫ്ലോർ ക്ലീനിങ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടിച്ചു വാരാം. ബെഡ്റൂം ക്ലീൻ ചെയ്തിട്ടാണ് സാധാരണ അടിച്ചു വാരേണ്ടത്. ബട്ട് അവിടെ എൻ്റെ ബ്രദറുണ്ട്, സിസ്റ്ററുണ്ട്, അവർ മാറുന്നില്ല. സ്വഭാവമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ അടിച്ചു വാരാം. അങ്ങനെ കുറച്ച് ടൈമൊക്കെ എടുത്തിട്ട് നല്ലപോലെ അടിച്ചു വാരി തുടച്ചൊക്കെ ചെയ്യും. തുടച്ച് ഇപ്പോഴൊന്നുമല്ല, കുറേ ടൈം എടുത്തിട്ട് രാത്രിയൊക്കെ ആവാൻ നേരത്താണ് ബാത്റൂം ക്ലീൻ ചെയ്യേണ്ടത്. അപ്പോൾ ബാത്റൂം ക്ലീൻ ചെയ്യുമ്പോൾ ഉള്ളിലേക്ക് വെള്ളം വരാതിരിക്കാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ വെള്ളം വന്നാലും അവിടെ തുറക്കണമല്ലോ എന്തായാലും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒക്കെ ഒരേ മഴപ്പാണ് തുറക്കാൻ വിചാരിച്ചു. ഞാനിപ്പോൾ ഈ ഷാള് ഭയങ്കര ഇറിറ്റേഷനാണ്. ഞാൻ കണ്ടൊരു വഴിയാണുള്ളത്, അതെനിക്കറിയാം. ഇതൊരു കഷ്ടമാണത്, നേരെ നിൽക്കുന്നില്ല. നമ്മൾ അടുത്തായിട്ട് ക്ലീൻ ചെയ്യുമ്പോൾ നമ്മളെ അടുക്കളയാണ്. അപ്പുറത്തെ പേരയിൽ ഒരു പണി നടക്കുന്നുണ്ട്, എന്തിൻ്റെ പണി എനിക്കറിയില്ല. അപ്പോൾ അതിൻ്റെ സൗണ്ട് ഉള്ളതുകൊണ്ട് കാരണം നിങ്ങൾക്കൊന്നും കേൾക്കുന്നില്ലെന്ന് തോന്നി. എനിക്ക് തന്നെ ഞാൻ പറയുമ്പോൾ എനിക്ക് തന്നെ മനസ്സിലാവില്ല, ഞാൻ ആ സൗണ്ട് കാരണം എന്തൊക്കെയോ പറയുന്നുണ്ട്. അടുത്ത് ഞാൻ ക്ലീൻ ചെയ്യണത് അടുക്കളയാണ്. ഇപ്പോൾ അടുക്കളയ്ക്ക് വരുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഒരു സാധനം ഉണ്ടല്ലോ, ഒരു റൂം മാതിരി സാധനം, അതിനെന്താ പറയാൻ മറന്നു. അപ്പോൾ ഞാൻ അത് ക്ലീൻ ചെയ്യണോ അതോ അടുക്കളയിൽ ക്ലീൻ ചെയ്യണോ എന്നൊക്കെ നല്ല കൺഫ്യൂഷൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു അടുക്കളയിലത്തെ പാത്രങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാന്ന്. പിന്നെ സ്റ്റൗവിൻ്റെ ആ ഭാഗത്ത് ഞങ്ങൾ ഈ ഒരു ഫസ്റ്റ് ഞങ്ങൾ 3 ഇതുള്ള സംഭവമാണ്, സ്റ്റൗവാണ് ഉള്ളത്. അപ്പോൾ അതിലത്തെ ഫസ്റ്റത്തേൽ മാത്രമേ ഞങ്ങൾ കുക്ക് ചെയ്യുള്ളൂ. മറ്റേതിൽ 2 കുക്ക് ചെയ്യില്ല എന്നല്ല പറഞ്ഞത്, കുക്ക് ചെയ്യും, പക്ഷെ കൂടുതലും കുക്ക് ചെയ്യണ സംഭവം ഇതായതുകൊണ്ട് തന്നെ അതിൽ കുറേ എന്തൊക്കെ ഉണ്ടായിരുന്നു. തുടച്ചിട്ട് പോകണ്ടായിരുന്നില്ല, കുറേ ഞാൻ തുടച്ച് നോക്കി. അപ്പോൾ ഞാൻ സ്റ്റൗവിൻ്റെ അടിയിൽ നോക്കിയപ്പോൾ എന്തൊക്കെയോ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നല്ലപോലെ തുടച്ചെടുത്തു. ഞാൻ വിചാരിച്ചു ആ കബോർഡും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കാന്ന്. പിന്നെ ഞാൻ ഒറ്റക്കല്ലേ ചെയ്യണത്, അപ്പോൾ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പെര ഫുൾ ക്ലീൻ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ടഫ് പിടിച്ചൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് പറ്റുന്ന അത്രയും ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഗൈസ്, ഇതുണ്ടല്ലോ ഒരു സാധനം ഹോം മെയ്ഡായിട്ട് അവിടെ ഒരു കുട്ടിയുണ്ടായി. കുട്ടീൻ്റെ ഉമ്മ ഉണ്ടാക്കിയതാണ്. കുട്ടി എന്നിട്ട് സാധനങ്ങളൊക്കെ വിൽക്കുകയാണെന്ന് പറഞ്ഞാൽ കേട്ടത്. അവിടെയാണ്
വെച്ചാൽ കോൾഡ് കോഫീൻ്റെ ഒരു ചുഴ, ശരിക്കും ഒരു കോൾഡ് കോഫീൻ്റെ ഒരു ചുഴ ഉണ്ടല്ലേ. കോൾഡ് കോഫീൻ്റെ ചുഴല്ലേ, കോഫി ഇത് കോൾഡ് കോഫീൻ്റെ ഒരു ഫ്ലേവർ കോഫി. ഇതെന്താ വെച്ചാൽ എൻ്റെ കാക്കാൻ്റെ 2 ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ ഫ്രണ്ടിനോട് തന്നെ ഓൻ പറഞ്ഞൊക്കെ 2 നാരങ്ങ കൊണ്ടുവരാൻ കലക്കി കൊടുക്കാൻ ഓൽക്ക് തന്നെ. എന്നിട്ട് ഒരു നാരങ്ങയും പിന്നെ ഒരു ഓറിയൻ്റ് ബിസ്ക്കറ്റും പിന്നെ എന്തോ ഒരു റോളും കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് കാണിച്ചു തന്നുള്ളൂ. അങ്ങനെ ഞാനൊരു പാത്രമൊക്കെ എടുത്തിട്ട് അതിക്ക് തണുത്ത വെള്ളം ഒഴിച്ചു. നാരങ്ങ വെള്ളം ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുണ്ടാവുമല്ലോ, അതുകൊണ്ട് വെറുതെ കാണിച്ചു തരാന്നേ ഉള്ളൂ. ഇത് ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല വിചാരിച്ചു, ഈ വീഡിയോയിൽ ഒന്നും ഉണ്ടാവില്ല വിചാരിച്ച് 5 മണിയല്ലേ ഉള്ളൂ. പക്ഷേ ഇത് ഭയങ്കര ലെങ്തായി എന്ന് എനിക്ക് തോന്നണം. ഇപ്പോൾ ഇതൊരു ചെറിയ പാത്രമായതുകൊണ്ട് ഞാൻ വിചാരിച്ചൊരു കുറച്ച് വലിയ പാത്രത്തേക്ക് വെള്ളം ഒഴിക്കാണ്. അങ്ങനെ ഞാൻ അതിലേക്ക് ഒഴിച്ച് നോക്കിയപ്പോൾ ഇതിലെങ്ങനെയാണ് കടന്നിരുന്നത് അതേപോലെ തന്നെ അതിൽ കടന്നിരുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ആ പാത്രത്തിൽ വെച്ചിട്ട് ഇളക്കുമ്പോൾ ഫുള്ള് തെറിച്ചാണ്. അപ്പോൾ എന്ന് വെച്ചാൽ കുറച്ച് വലിയ പാത്രത്തിൽ വെക്കാൻ, കുറച്ച് വലിയ പാത്രം എടുത്തപ്പോൾ ഇത് തന്നെയാണ് അവസ്ഥ. സൂപ്പറാണ്. നാരങ്ങക്കുള്ള എല്ലാവർക്കും ഉണ്ടാക്കാം. നാരങ്ങ എടുക്കുക, പിയ്യുക, വെള്ളം ഒഴിക്കുക, മന്ത്രിടുക. നമ്മളെ ലുക്ക് ഇങ്ങനെ ആയിട്ടുണ്ട്. ക്ലീൻ ചെയ്തതൊക്കെ വെറുതെ ആയി. ഇവിടെ ഫുള്ള് കുളമായിട്ടുണ്ട്. പിന്നെ 2 പാത്രം കേൾക്കണ്ടായിരുന്നു, അപ്പോൾ ഞാൻ അതുകൊണ്ട് കേൾക്കി. ഇത്ര പണിയെടുത്തപ്പം കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കുറച്ചൊരു 5 മിനിറ്റ് 10 മിനിറ്റ് ആകും, 10 മിനിറ്റ് 20 മിനിറ്റ് ആവും, 1 മണിക്കൂറാവും, 1.5 മണിക്കൂറൊക്കെ ആവും. കുഴപ്പമില്ല, ചെയ്താൽ പോരെ. ഞാൻ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇനി എടുക്കാൻ വിചാരിച്ചു. ഞാൻ 11 എത്രയോ ആണ് പോയത്, 11:26 അങ്ങനെ എന്തോ സമയം അവിടെ പോയത്. ഞാൻ വരാന്നൊക്കെ പറഞ്ഞിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വരാന്നിട്ട് ഇപ്പോൾ സമയം 1:38 ആയിട്ടുണ്ട്. നമുക്ക് നേരെ പണി എടുക്കാൻ പോകാം. തിരുമ്പാനുണ്ട്, അപ്പോൾ തിരുമ്പാനുണ്ട്. തിരുമ്പിയത് ഉണങ്ങാനും കുറേ ടൈം എടുക്കുമല്ലോ. അപ്പോൾ തിരുമ്പാനുള്ളത് ഏതൊക്കെയാണ് കഴിയാൻ ചോദിക്കണം. അപ്പോൾ നമുക്കിനി ബാത്റൂം കേൾക്കാം, അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഇത് തിരുമ്പാം. ഇതാണ് ഗായ്സ് തിരുമ്പാനുള്ളത്. ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടു, ബാത്റൂമൊക്കെ കേൾക്കാനുള്ളതല്ലേ. അങ്ങനെ ഞാൻ തിരുമ്പാനിട്ടു. തിരുമ്പി കഴിഞ്ഞ് വെള്ളം ഇങ്ങനെ കളയാണ്. പിന്നെ എൻ്റെ കാക്കാൻ്റെ അനിയത്തിൻ്റെ കണ്ട് ഞാൻ ഇയാൾ കുറേ മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും, എടുക്കും. ഇതാ പറഞ്ഞത് ഈ കുക്കറിൽ നിന്നൊക്കെ ആ വെള്ളമൊക്കെ കൊടുക്കണ്ടായിരുന്നു. നല്ല വെള്ളം കൊടുക്കണതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് പെട്ടെന്ന് പോയി. ഒരു മാങ്ങ വെച്ച് കൊടുത്തേങ്ങനെ പോയിട്ട് പെട്ടെന്ന്. ഇതാണ് നമുക്ക് സ്മെല്ല് ഉള്ളതൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഇന്നലെ ഞാൻ ഈ പണികളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഔട്ടർ പറയാൻ മറന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ പറയാമെന്ന്. അപ്പോൾ ആ പണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.